രാധയും പ്രിയങ്കയും ഒരുമിച്ച് കയറി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇവരെന്തിനാ വീണ്ടും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നിക്ക്. സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പുറത്ത് നിന്ന് സംസാരിച്ചാ മതി. എന്താ ചെറിയമ്മ കാര്യം? നീ എന്താ പൊട്ടം കളിക്കാണോ? കൽപ്പനയും നീയും കൂടി അമ്പലത്തിൽ പോയപ്പോ കാണേണ്ടതെല്ലാം നീ കണ്ടതല്ലേ? പിന്നെ എന്തിനാ ഈ നാട്യം? ചേച്ചിയുടെ മനസ്സിലും വരുണിനോട് ഒരു താല്പര്യവുമില്ല. വരുണ ചേച്ചി ബുദ്ധിമുട്ടിക്കുന്നെ. ഓ, പുതിയ കള്ളക്കഥയായിട്ട് അച്ഛനും അമ്മ ഇറക്കി വിട്ടതായിരിക്കും രണ്ടുപേരെ. അമ്മേ, ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അമ്മേ, ഞാൻ പറഞ്ഞതാ സത്യം. അമ്മയും ചെറിയമ്മ ഏട്ടത്തെയൊക്കെ പറയുന്നത് പോലെ വരുണിനെ വെറുപ്പിച്ച് അകറ്റാനും എന്നെ വരുണിനെ ഒന്നിപ്പിക്കാനും വേണ്ടിയാ ചേച്ചി ഇപ്പൊ എന്റെ കൂടെ വന്നത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്ക. നാണം ഉണ്ടോടി നിനക്ക്? അതോ ഭർത്താവിനെ പങ്കുവെച്ചോളാൻ അച്ഛൻ അനുഗ്രഹിച്ച് വിട്ടിരിക്കുകയാണോ രണ്ടുപേരെയും? ഉർവശി, ഞാനൊന്നും പറയുന്നില്ല ഏട്ടത്തി. പക്ഷേ ഈ തിരിച്ചു വരുവേ അത്ര നല്ലതിനല്ല. കണിമംഗലത്തിന്റെ ഉത്തരത്തിലെ ആരൊക്കെ കെട്ടിത്തൂങ്ങി ആടുമെന്ന് വൈകാതെ നമുക്ക് കാണാം. പ്രിയങ്കെ, കുറച്ചുകൂടി അഭിമാനബോധം നിനക്കുണ്ടാകുമെന്ന് ഞാൻ കരുതിയത്. എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി. നിന്റെ കുടുംബത്തിന്റെ ആഗ്രഹം നിനക്ക് നല്ലൊരു ഭാര്യാഭർത്തൃ ബന്ധമല്ല. എല്ലാം കൈവിട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാ നീ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനി ഞാനൊന്നും നിന്നെ കൺമുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കുപ്പയിലിടാനുള്ള ചവറ് പോലെ കണിമംഗലത്ത് നിന്ന് അധികം വൈകാതെ വരും നിന്നെ വലിച്ചെറിയും. അതാ സംഭവിക്കാൻ പോകുന്നത്.